ജിമ്മുകളിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പരിശോധന സംസ്ഥാനത്ത് നടന്നിരുന്നു. അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധനകൾ നടത്തിയത്. 50 ജിമ്മുകളിൽ നിന്നായി 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തു. ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപഭോക്താക്കൾക്ക് നൽകുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. നിയമം ലംഘിച്ച ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശന നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പരിശോധനയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം പ്രത്യാഘാതങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ജിമ്മിൽ പോകുന്ന നമ്മളിൽ ഓരോരുത്തരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് വളരെ പ്രകടമായ ഒരു വ്യത്യാസം കാണണമെന്നാണ്. വളരെ കാണുന്നവർ പെട്ടെന്ന് മാറിയല്ലോ എന്നൊക്കെ ചോദിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളൊക്കെ തരുമ്പോൾ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ എടുത്ത് ശരീരം ഫിറ്റാക്കാനാണ് ശ്രമിക്കുക. ഈ വിഷയത്തിൽ നമ്മളോട് വിശദമായി തന്നെ സംസാരിക്കാനുള്ളത് ഫിറ്റ്നസ് എക്സ്പേർട്ടും ഒരു ജിം ഓണറും ട്രെയിനറും ഒക്കെയായ ശ്രീയ അയ്യരാണ്. ഗുഡ് മോർണിംഗ് ശ്രീയ. ഈ പറയുന്ന പോലെ അല്ലെ ശ്രീയ, ജിമ്മിലേക്ക് വരുന്ന ഒരാളുടെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നാണ്. പക്ഷേ ഇത്തരം മരുന്നുകൾ ഇതിനെ രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, ഇത് പ്രൊഫഷണലായി ഈ കാര്യം ചെയ്യുന്ന ആളുകൾ. രണ്ട്, ഈ ജിമ്മിൽ വന്ന് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ. ഇത്തരം ഈ പരിശോധനയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രേയക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? ഇത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഉത്തേജകം മരുന്ന് ലൈക്ക് ബാൻഡ് സബ്സ്റ്റൻസസ് എന്ന് പറയും, നമ്മളെ പെർഫോമൻസ് എൻഹാൻസേഴ്സ് എന്ന് പറയും. ഇതിനെ ആക്ച്വലി കോമൺ പീപ്പിളിനെ എത്തിക്കുന്ന ലോ ലൈക്ക് പൈസ കച്ചവടം മാത്രമായിട്ട് തിങ്ക് ചെയ്യുന്ന ട്രെയിനേഴ്സിനെയും ജിം അധികൃതർ ലൈക്ക് അവരെയൊക്കെ ഞാൻ ഇതിൽ എഗെയിൻസ്റ്റ് പറയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ സീസൺ ആണ്. ഞാനൊരു ബോഡി ബിൽഡിംഗ് അസോസിയേഷനിലെ ഒരു ജഡ്ജും കൂടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സീസൺ തുടങ്ങിയിരിക്കുകയാണ്, നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇതുപോലത്തെ ഒരു സബ്സ്റ്റൻസസിന്റെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് വരെ പോയ ബോഡി ബിൽഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് അഭിമാനമായ ഒത്തിരി ബിൽഡേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ കുറെ ബിൽഡേഴ്സ് ഇപ്പൊ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലത്തെ ഒരു സബ്സ്റ്റൻസസ് നമുക്ക് വിഷമം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒരു സംശയമാണ്, ശ്രീയ ബോഡി ബിൽഡർ ആയിരുന്നു, എനിക്കറിയാം. കേരളത്തിന് വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ് ശ്രീയ. എത്രത്തോളം അളവിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ സ്റ്റീറോയിഡ്സ് ആണ് ഇതിൽ ഈ പറയുന്ന ഉത്തേജക മരുന്ന് അല്ലെങ്കിൽ നിരോധിത മരുന്ന് എന്നൊക്കെ പറയുന്നതിൽ പ്രധാനപ്പെട്ടത് സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡ്സ് ഒരു പരിധിയിൽ കൂടുതൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ശരീരത്തേക്ക് എത്തരുത് എന്ന് മെഡിക്കൽ എക്സ്പെർട്സ് ഒരുപോലെ പറയുന്നുണ്ട്. അപ്പോൾ എന്റെ ഒരു സംശയം, ഇതിനൊരു അളവ് കാണുമല്ലോ, ഇത്രയേ ഉപയോഗിക്കാൻ പാടൂ. അങ്ങനെ ഒരു അളവ് നിങ്ങൾക്കൊക്കെ ഒരു ഡയറക്ഷൻ കിട്ടാറുണ്ടോ? ഒരു പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസിലാണോ നിങ്ങൾ ഇതൊക്കെ എടുക്കാറുള്ളത്? മെഡിക്കൽ അഡ്വൈസസ് വഴി അല്ലെങ്കിൽ എക്സ്പെർട്സ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്. ലോ നോളജിലൂടെ ചുമ്മാ ഇങ്ങനെ കുത്തിപ്പടിക്കുന്നു പറയും, അതുമുണ്ട്. ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഇപ്പൊ ഉള്ള അത്ലറ്റ്സ് എത്രയോ പേര് ഇന്റർനാഷണൽ ഗൈഡൻസ് അല്ലെങ്കിൽ അത്രയും പ്രോപ്പർ ഇപ്പം ഇന്ത്യനെ ഒഴിച്ച് പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെ പ്രിപ്പറേഷൻ കോച്ചസ് ഇതൊക്കെ നമുക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പം അവരെയൊക്കെ ലൈക്ക് അത്രയും അറിവോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഇത് എടുക്കുന്നതോറും അതിനെ PCT ലൈക്ക് അത് വാഷ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത് അഡ്വൈസസ്, ഇതിന് സപ്ലിമെന്റ്, ഇതിന് നമ്മുടെ ലിവർ ഗൈഡൻസസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഈ സ്റ്റിറോയിഡ്സിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ബിക്കോസ് ഇത് കണ്ട് ആൾക്കാർക്ക് മോട്ടിവേഷൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് സൈക്കിൾ ഫോമിൽ ചെയ്യുന്നെങ്കിൽ അധികം ഹെൽത്തിന്റെ ഇഷ്യൂസ് വരത്തില്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് കണ്ട് ഒരു സാധാരണ ജിമ്മിൽ പോയി ഒരാൾ ചോദിക്കുകയാണ്, എനിക്കും ഇതുപോലെ പെട്ടെന്ന് ശരീരം ശരിയാക്കണം, അപ്പോൾ അതിന് എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു ചെല്ലുന്നവർ സ്വാഭാവികമായി ഉണ്ടാവും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അവർക്കൊരു പരസ്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പരസ്യമായി കാണാൻ വേണ്ടി അത് ചെയ്യുന്നവരും ഉണ്ടാവും. അവിടെയല്ലേ അപകടം കിടക്കുന്നത്? അതെ, ഇപ്പൊ അപകടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സ്മോക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ പോയിട്ട് സ്മോക്ക് തരാവോ അല്ലെങ്കിൽ കള്ള് തരാവോ അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്സ്റ്റൻസസ് തരാവോ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റും ചോദിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റുമാണ്. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കത്തില്ല, നോ എന്ന് പറയണം. അങ്ങനത്തെ ഉള്ള ട്രെയിനേഴ്സ് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മുന്നോട്ട് ഇല്ലാത്തവരുടെ അടുത്ത് പോയി റീച്ച് ആവുന്നതാണ്. ഇൻ ലോ നോളജ്, ഇപ്പൊ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ട്രെയിനർ അടുത്ത് പോയി പഠിക്കുന്നു. ഇതൊന്നും ആൾക്കാർ ലീസ്റ്റ് ബോധേർഡ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇത്രത്തോളം ഹസാർഡ്സ് ഉണ്ട്. നോ ടു സ്റ്റിറോയിഡ്സ് എന്ന് കോമൺ പീപ്പിളിലേക്ക് പറയാനുള്ളത് നമ്മുടെ ആൾക്കാരാണ് പറയേണ്ടത്. ലൈക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരെ വേണം പറയാൻ. ഇതിന് വെറും ഒരു കച്ചവടമായിട്ട് കാണരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സ്പോർട്ടിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ബാൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കലേനെയാണ് ഇല്ലാണ്ടാക്കുന്നത്.
അത് മാത്രമേ ഉള്ളൂ എന്റെ ഒരു കൺസേൺ. പക്ഷെ അതിലെ ഒരു രജിസ്ട്രേഷനോ ലൈസൻസോ ഒക്കെ വേണമല്ലോ ശ്രീയ. അതായത് ഇപ്പോൾ ഈ പേരിൽ എല്ലാ ജിമ്മിലും ഇങ്ങനെ മരുന്നുകൾ ശേഖരിച്ചു. ഇപ്പോൾ 50 സ്ഥലത്ത് നിന്ന് 50 ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം മരുന്നുകൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയില്ല അത് ലൈസൻസ് ഉള്ളവരാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രജിസ്റ്റേർഡ് ആയി കാര്യങ്ങൾ ചെയ്യുന്നവരാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഇത് കൃത്യമായ അളവിൽ കൊടുക്കുന്നതെങ്കിൽ അത് അതിലും വലിയൊരു അപകടം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരിശോധന നടക്കണം. പക്ഷെ അതിലൊരു യുക്തി വേണം, അതിൽ കൃത്യമായൊരു സംവിധാനം, അതായത് ഇത് കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മേഖലയാണെന്നുള്ള ഒരു വിവേചന ബുദ്ധി വേണം. അതല്ലേ വേണ്ടത് ശരിക്കും? ഇപ്പൊ ഇതുപോലത്തെ വാട്ട് മൈ കൺസേൺ ഇസ് ലൈക്ക് ഇതുപോലത്തെ നോളജബിൾ ആയിട്ടുള്ള ഒരു കോഴ്സസ് വേണം, അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇത് ആക്ച്വലി ബാൻഡ് സബ്സ്റ്റൻസസ് ആയത് കാരണം അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇല്ല. അപ്പം വാട്ട് മൈ കൺസേൺ ഇസ് ലൈക്ക് ഇത് കുറച്ചും കൂടെ സ്പോർട്ടിനെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ലൈക്ക് അത്രയും പ്രിപ്പറേഷൻ കോച്ചസ് വേണം. അല്ലെങ്കിൽ അതുപോലെ പുറത്തുനിന്ന് കമ്പീറ്റ് ചെയ്ത് മെഡിസിൻസിന്റെ കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സീബമ്പിന്റെ ലൈക്ക് കോച്ച് പ്രിപ്പറേഷൻ, അവര് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു മെസ്സേജ് ഇട്ടാൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് സൈക്കിൾ പറഞ്ഞു തന്ന് നമ്മുടെ വർക്ക്ഔട്ട് ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഡയറ്റ് ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് അത്രയും ഈവൻ നമ്മുടെ ആഫ്റ്റർ പോസ്റ്റ് നമ്മുടെ ഈ സൈക്കിൾ കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ അത്രയും ഹെവി ആയിട്ട് പേ ചെയ്ത് നമ്മൾ അങ്ങനെ ഇന്റർനാഷണൽ കോച്ചിനെ നമുക്ക് ഓൺലൈനിൽ കൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതല്ലാണ്ട് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ അറിവില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മെഡിസിൻസ് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഉള്ള ഏതെങ്കിലും കോച്ചിന്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യും. അപ്പം ദേ വിൽ സജസ്റ്റ് സോ മെനി തിങ്സ്. അത് അവർക്ക് അറിവ് പോലും ഉണ്ടാവില്ല. അത് ആനയും അമ്പരാണ്. ഇതിനെങ്ങനെയാണ് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു മാനേജ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ സാധാരണക്കാരിൽ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്നതിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി എതിരാണ്. അത് പ്രൊമോഷന് നമ്മളും ചെയ്യാറില്ല, ബോഡി ബിൽഡിംഗ് അസോസിയേഷനുള്ള ഒരാൾക്കാരും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പ്രൊമോട്ട് സ്റ്റിറോയിഡ്സ് പ്രൊമോഷൻ അല്ല, സേഫ് ആയിട്ട് നിങ്ങൾ വരിക, കോമ്പറ്റീഷൻ ഓൺ സ്റ്റേജിൽ നന്നായി നിൽക്കുക, ഇത് മാത്രമേ നമ്മൾ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. ഇത് ഇന്റർനാഷണൽ കോച്ചസിനെ വെച്ച് പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശ്രേയക്ക് ഇപ്പോൾ ഒരു ജിമ്മുണ്ട്, ഒരു ട്രെയിനറാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവിടേക്ക് വരുമ്പോൾ ആളുകൾ എങ്ങനെയാണ്? ഇത്തരം ഡിമാൻഡ്സുമായി വരുന്ന ആളുകളുണ്ട്. എനിക്ക് 1 മാസം കൊണ്ട് എൻ്റെ ബോഡി ഫിറ്റ് ആക്കണം അല്ലെങ്കിൽ ഇതുപോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടോ? ആളുകൾ ഇങ്ങോട്ട് വന്ന് പ്രിഫർ ചെയ്യുന്നുണ്ടോ ഇത്തരം സാധനങ്ങൾ? ഒബ്വിയസ്ലി ഫിറ്റ് ആവണം എന്ന് പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. ഫിറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് മെലിയണം, വണ്ണം വെക്കണം, ഇതിനൊരു ഷോർട്ടായിട്ട് ഇത്ര ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് 1 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിത്തരാം, ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് ഷോർട്ട് കട്ട്സിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ലോങ് റണ്ണിൽ നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഈ മസിൽ അഡിക്ഷൻ, ഈ ബോഡി ബിൽഡിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞു വന്നാൽ മാത്രമേ ഇതുപോലത്തെ സ്റ്റിറോയിഡിക്കൽ സ്റ്റേജിലോട്ട് വരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആരെയും സ്റ്റിറോയിഡ്സിലോട്ട് ഇതുവരെ സോ ഫാർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ആരും എന്റെ ജിമ്മിൽ വന്നിട്ടില്ല. ഞാൻ കോമ്പറ്റീഷൻ പറയുമ്പോൾ തന്നെ ഹാസാറ്റ്സിന്റെ ആദ്യത്തെ നെഗറ്റീവ് സാധനങ്ങൾ പറയും. ഇതൊക്കെയാണ് മൈൻഡ് ഇങ്ങനെയാവും, ഇത്രയും ഡയറ്റ് വേണം, ഇത്രയും ഡിസിപ്ലിൻ വേണം. എത്ര തന്നെ നമ്മൾ മരുന്ന് കുത്തിയാലും ചുമ്മാ ഒരു ഓൾ ഓഫ് എ സഡൻ ഓരോ നാളെ എണീക്കുമ്പോൾ നല്ല മസിലോട് വരുത്തുന്നില്ല. അത്രയും ഹാർഡ് വർക്ക് വേണം, അത്രയും ഡിസിപ്ലിൻ വേണം, അത്രയും ഫുഡ് നന്നായിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ്. അല്ലാണ്ട് ഒരു ഷോർട്ട് ടേമില് അത്രയും ലേസി ആയിട്ട് പാർട്ടിങ്ങും കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നു, ഉറക്കം ശരിയില്ല, അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെയും സ്റ്റിറോയിഡ്സ് കുത്തി കഴിഞ്ഞാലാണ് ഇത്രയും ഹെൽത്ത് ലൈക്ക് ബാഡ് ആയിട്ട് പോകുന്നത് ഈ സ്റ്റിറോയിഡ്സ്. ബിക്കോസ് സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്റ്റിറോയിഡ്സിൽ. സ്റ്റിറോയിഡ്സ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടൊന്നും മസിൽ വരാൻ പോകുന്നില്ല. എന്തായാലും നോ ഷോർട്ട് കട്ട്സ്, നല്ല ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ ഇതിലേക്കൊരു വഴി. അതിനിടയിൽ ഇത്തരം മരുന്നുകളുടെ ഉപയോഗം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ശ്രേയ തന്നെ പറയുന്നു അല്ലെ? ഇത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ സ്പോട്ടിൽ ഇത് സാധ്യമല്ല. അത് പക്ഷെ അതിന്റെ ഒരു ഹസാർഡ്സ് എത്രത്തോളം അറിയുന്നുണ്ട് ആളുകൾക്ക് എന്നുള്ളതാണ് എന്റെ ഒരു കൺസേൺ. അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? കംപ്ലീറ്റ്ലി എതിരാണ്. പക്ഷെ ഈ സ്പോർട്ടിന് ഇമ്പോർട്ടന്റ് ആണ്. ദയവേത് ഈ സ്പോർട്ടിന് വേണ്ടിയിട്ടെങ്കിലും ഈ കോമ്പറ്റീഷൻ സീസൺ സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിഷമമാവുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വിദഗ്ധർ അല്ലെങ്കിൽ ഈ അധികൃതർ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഞാൻ അത് ശ്രേയയുടെ വാക്കുകളെ ഈ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെ കാണുന്നു. പക്ഷേ ഇതിന്റെ ഒരു യുക്തിസഹമായ ഉപയോഗം, അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഒരു ഐഡിയൽ സമയം എത്ര എടുക്കും ശ്രേയ? ഈ ഇങ്ങനെ മരുന്നൊന്നും കുത്തിവെക്കാതെ മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് ശരീരത്തെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കൊക്കെ ടോൺ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും? അതായത് നമുക്ക് ചേഞ്ചസ് കാണാൻ തുടങ്ങുന്നത് 1 to 2 monthsലാണ്. ബാക്കിയുള്ളവർക്ക് വിത്തിൻ ഒരു 2-3 monthsനുള്ളിൽ തന്നെ വ്യത്യാസം മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് മസിൽ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക്, കറക്റ്റ് ആയിട്ട് ഫാറ്റ്, മാക്രോസ്, മൈക്രോസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ന്യൂട്രീഷൻ ഇസ് കിങ്. അതും നല്ല ഹെവി വർക്ക്ഔട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് മാജിക് ഓൺ യുവർ ബോഡി. അതിന് സ്റ്റിറോയിഡ്സിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാൻ 4 ആൾക്കാരെ ഷോ കാണിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ഭക്ഷണം കഴിച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് കിടന്നുറങ്ങണം. ആവശ്യമില്ലാത്ത പാർട്ടിക്കും കാര്യങ്ങളൊന്നും പോകാണ്ട് ലൈക്ക് എന്താണ് ആൽക്കഹോൾ കൺസപ്ഷൻ, സ്മോക്കിംഗ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇത് നോ തന്നെ പറയണ്ട.
ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് മാജിക് 6 monthsനുള്ളിൽ തന്നെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്രയും ബോഡി നിങ്ങൾക്ക് ലഭിക്കും, ലൈക്ക് ഈസി ആയിട്ട് കിട്ടും. ശരി ശ്രീയ, താങ്ക് യു സോ മച്ച്. എന്തായാലും ശ്രീയ ഒരു ബോഡി ബിൽഡറാണ്, ഇപ്പോൾ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ജഡ്ജാണ്. ഈ മത്സരങ്ങൾ നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഈ സ്പോർട്ടിന് ആവശ്യമായ രീതിയിൽ ഇത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ശ്രീയ പറയുമ്പോൾ പോലും ഇത് അനധികൃതമായാണ് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ വിദഗ്ധ ഉപദേശമില്ലാതെയാണ് നടക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന അപകടങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ വ്യായാമം, നല്ല ഭക്ഷണം, നല്ല വിശ്രമം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്ത് അതിന്റെ ഗുണങ്ങൾ കാണുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന ഗുണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. താങ്ക് യു ശ്രീയ വൺസ് അഗൈൻ. താങ്ക് യു ശ്രീജ. ഓക്കെ.